എന്നെ കൂടെ ചേർത്തിട്ടാ പറയുന്നത്. അതായത് ഇപ്പം നമ്മുടെയൊക്കെ ലൈഫ് എന്ന് പറയുന്ന ഒരു സാക്രിഫൈസ് അല്ലേ മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ആവാം, പക്ഷെ ഞാനങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇതിൽ എനിക്ക് വിശ്വാസം ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ സാക്രിഫൈസ് ചെയ്ത് എന്റെ ഒരു സന്തോഷങ്ങളും എന്റെ ചെറിയ ചെറിയ ഈ പാഷനേറ്റ് ആയിട്ടുള്ള ഇപ്പം ചേച്ചിക്ക് പാട്ട് അല്ലെങ്കിൽ എനിക്ക് നൃത്തം അങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ സമയം കണ്ടെത്തി അതിന് പിന്നാലെ പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് അവരെല്ലാം വേറെ നെല്ലിലേക്ക് പോകും. നമ്മുടെ ഭർത്താവിന് വേണ്ടി മാത്രം നമ്മൾ നിൽക്കുന്നു. അവരവരുടെ ബിസിനസ്സോ ജോലിയോ അവരുടെ നിലയിൽ അവർ ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കള് അവര് പഠിച്ചു വലുതായി വലിയ ആൾക്കാരായി ഇരിക്കും. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവര് നമ്മളോട് തിരിച്ചു ചോദിക്കും, അമ്മക്ക് എന്താ ചെയ്യാൻ വയ്യായിരുന്നോ? അമ്മയോട് ആര് പറഞ്ഞു? നമ്മുടെ ഭർത്താവും ചോദിക്കില്ലേ, നിനക്ക് പടം വരയ്ക്കണമായിരുന്നു, വരച്ചുകൂടായിരുന്നു, ആരെങ്കിലും പറഞ്ഞു വരയ്ക്കണ്ടെന്ന്. എല്ലാവരും ഇത്രയും വർഷം നീ ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഈ അടുക്കളക്കകത്ത് ഒരു പണിയില്ല. അത് അവരുടെയും കുറ്റമല്ല, നമ്മൾ ചെയ്യുന്നോണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. കൊച്ചിലെ തൊട്ട് മക്കളെ കൊണ്ടൊന്നും ചെയ്യിക്കാതെ മക്കളെ നമ്മൾ തന്നെയാണ് അത് അങ്ങനെ വഷളാക്കി അവര് ഇരിക്കുന്നിടത്ത് എഴുന്നേക്കാത്തൊരു ലെവലിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.